ജില്ലയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എത്തിയിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കനത്ത പോലീസ് സുരക്ഷ MLA ഓഫീസിന് മുന്നിൽ ഒരുക്കിയിരുന്നു. കാരണം ഈ MLAയെ ജില്ലയിലേക്ക് കാല് കുത്താൻ അനുവദിക്കില്ല എന്ന് വോട്ടർമാർ പോലും പ്രതികരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. നമുക്കറിയാവുന്ന പോലെ തന്നെ ലൈംഗിക ആരോപണ വിവാദങ്ങളിൽ കുടുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോൺഗ്രസ് പുറത്താക്കിയിരുന്നതാണ്. പ്രത്യേക ബ്ലോക്കിൽ നിയമസഭയിലേക്ക് പോലും ഇരിക്കേണ്ടി വന്ന ഒരു അവസ്ഥയുണ്ട് MLAക്ക്. അതിനുശേഷമാണ് ഇങ്ങനെ വോട്ടർമാരെ വെല്ലുവിളിച്ച് MLA ഇപ്പോൾ ജില്ലയിലേക്ക് എത്തിയിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വത്തെ കൂടി വെല്ലുവിളിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 38 ദിവസങ്ങൾക്ക് ശേഷമാണ് സ്വന്തം മണ്ഡലത്തിലേക്ക് കാലുകുത്താൻ MLAക്ക് സമയം കിട്ടിയത് എന്നതും ഒരു വസ്തുതയാണ്. അരുൺ അലത്തൂർ അവിടെ നിന്ന് ചേരുകയാണ്. അരുൺ, അനു, തീർച്ചയായിട്ടും രാഹുൽ 38 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ പാലക്കാട് കുന്നത്തൂർമേട് സെൽവപാളയം ഭാഗത്ത് വീടുകളും മറ്റുമൊക്കെ കയറി ഇറങ്ങുന്ന കാഴ്ചയാണ്. ഓരോ ആളുകളെയും നേരിട്ട് കാണുന്നു. കോൺഗ്രസിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയെന്ന് പറയുമ്പോഴും ഇപ്പോൾ രാഹുലിന് തൊട്ട് ഒപ്പം ഉള്ളത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് എന്നുള്ളതും കാണാൻ നമുക്കിവിടെ കഴിയുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഈ പാലക്കാട് എത്തിയ VD സതീശൻ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞു, അത് എല്ലാവരും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് എന്ന് ഉൾപ്പെടെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അത്തരത്തിൽ ഒരുമിച്ചെടുത്ത തീരുമാനമാണ് എന്ന് പറയുമ്പോൾ പോലും ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ഈ സെൽവപാളയം എന്ന പ്രദേശത്ത് രാഹുലിന് വേണ്ടി ഇപ്പോൾ രാഹുലിൻ്റെ കൂടെ ഒപ്പമുള്ളത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഏതായാലും ഇത്തരത്തിൽ വലിയ ആരോപണങ്ങൾ ഉയർന്നതിന് ശേഷം ആദ്യമായിട്ടാണ്, അതായത് 38 ദിവസങ്ങൾക്ക് ശേഷമാണ് രാഹുൽ ഇപ്പോൾ ഈ പാലക്കാട്ടേക്ക് എത്തുന്നത് എന്നുള്ളത് തന്നെയാണ് അതിൽ പ്രത്യേകത. അതിൽ തന്നെ ജനങ്ങളെ പൂർണ്ണമായും വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് രാഹുലിൻ്റെ ഈ പാലക്കാട്ടേക്കുള്ള തിരിച്ചുവരവ്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ രാഹുൽ പാലക്കാട് എത്തിയാൽ നടത്തും. രാഹുലിനെ പാലക്കാട് യാതൊരു കാരണവശാലും കാലുകുത്താൻ അനുവദിക്കില്ല എന്നുള്ള ശക്തമായ നിലപാടിലാണ് BJPയും DYFIയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ. അതുകൊണ്ട് തന്നെ ഇനി രാഹുൽ ഇപ്പോൾ ഈ ഒരു MLA ഓഫീസിലേക്ക് കടന്നു ചെന്നിട്ടില്ല. നേരെ വന്നിരിക്കുന്നത് ഇവിടെ ഒരു കോൺഗ്രസ് പ്രവർത്തകരായ സേവിയർ എന്ന വ്യക്തിയുടെ വീട്ടിലേക്കാണ് ആദ്യം എത്തിയത്, കുന്നത്തൂർമേടിൽ. അതിനുശേഷം ഇപ്പോൾ ഈ ഭാഗത്ത് തന്നെയുള്ള കുന്നത്തൂർമേട് ഭാഗത്ത് തന്നെയുള്ള വീടുകളിലും മറ്റുമൊക്കെ കയറി കോൺഗ്രസ് പ്രവർത്തകരുടെയും അനുഭാവികളുടെയും ഒക്കെ ആയിട്ടുള്ള ആളുകളുടെ വീടുകളിൽ ഈ സെൽവപാളയം ഭാഗത്ത് അവർ കയറി ഇറങ്ങുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും നേരത്തെ നമുക്ക് ഇന്ന് രാവിലെ രമേശ് ചെന്നിത്തലയോട് ഉൾപ്പെടെ നമ്മൾ രാഹുലുമായി ബന്ധപ്പെട്ട വിഷയം ചോദിച്ചപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞ് മാറുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. രാഹുൽ പറയുന്നത് ഇന്നിപ്പോൾ താൻ വിശദമായിട്ട് തന്നെ മാധ്യമങ്ങളെ കാണും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഏതായാലും കോൺഗ്രസിൻ്റെ പ്രവർത്തകരും മറ്റുമൊക്കെ ഇപ്പോൾ രാഹുലിൻ്റെ ചുറ്റും നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുമ്പോൾ പോലും കോൺഗ്രസ് നേതാവായ പ്രശോഭ് വെല്ലുവിളിക്കുന്നത് അരുൺ, രാഹുൽ പ്രതികരിക്കുമോ എന്നുള്ളതാണ് തുടക്കം മുതൽ തന്നെ മാധ്യമപ്രവർത്തകർ ഇങ്ങനെ കൂടെ സഞ്ചരിക്കുന്നത്. പക്ഷെ 10:30 മാധ്യമങ്ങളെ കാണുമെന്ന് ഈ പ്രതിഷേധം ഉണ്ടാകുന്നതാണ്. MLA ഓഫീസിലേക്ക് പോയാൽ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നതാണ് പറയുന്നത്. വലിയ പ്രതിഷേധങ്ങൾ എന്താണ് വീടുകളിൽ കയറുകയാണോ? ജനാധിപത്യപരമായ എല്ലാ പ്രതിഷേധങ്ങളെയും സ്വാഗതം ചെയ്യും. പ്രചാരണ ഘട്ടത്തിൽ മാത്രമല്ലല്ലോ, ഞാൻ പാലക്കാടുള്ളപ്പോഴെല്ലാം അങ്ങനെയല്ലേ ചെയ്യുന്നത്. പൊതുപരിപാടികൾ എന്തെങ്കിലും ഉണ്ടോ? MLA പൊതുപരിപാടികൾ മാധ്യമങ്ങളെ കണ്ടോ? ഓഫീസിൽ നിന്ന് അറിയിക്കും. ഓഫീസിൽ നിന്ന് അറിയിക്കും. ജനാധിപത്യപരമായ എല്ലാ പ്രതിഷേധങ്ങളെയും സ്വാഗതം ചെയ്യുന്നതായി MLA പറയുന്നുണ്ട്. ഈ ജില്ലാ കോൺഗ്രസ് നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ വെല്ലുവിളിച്ച് രാഹുലിനൊപ്പം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അരുൺ, ഹൂ കെയേഴ്സ് എന്നുള്ള ആപ്തവാക്യം MLA തിരുത്തിയോ? തീർച്ചയായിട്ടും ഈ രാഹുൽ ഇപ്പോൾ ഏതായാലും പൂർണ്ണമായിട്ടും ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് പാലക്കാട് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. പാലക്കാട്ടെ ഏതെങ്കിലും തരത്തിലുള്ള പരിപാടികളിലോ മറ്റൊക്കെ രാഹുൽ പങ്കെടുക്കുകയാണെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾ വഴിവെക്കും എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. ഇപ്പോൾ രാഹുൽ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പോലും വ്യക്തമാക്കിയിട്ടില്ല. MLA ഓഫീസിലേക്കാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും രാഹുൽ പാലക്കാട്ടേക്ക് എത്തിയിരിക്കുന്നു. അവിടെ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് നേരത്തെ മുൻകൂട്ടി വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ MLA ഓഫീസിന് പോലീസ് സുരക്ഷ കൂടി വർദ്ധിപ്പിച്ച ഒരു സാഹചര്യമുണ്ട്. അരുൺ സുരക്ഷിതനായി നിൽക്കുക, കാരണം MLAക്കൊപ്പം വന്ന വാഹനങ്ങളാണെന്ന് തോന്നുന്നു ചീറിപ്പാഞ്ഞ് MLAയുടെ കൂടെ എത്താനായി മത്സരിക്കുന്നുണ്ട് അവിടെ. അതൊക്കെ ഇരിക്കട്ടെ, MLA ഓഫീസിലേക്ക് വീണ്ടും പോവുകയാണ്. അപ്പോൾ കോൺഗ്രസ് അനുഭാവികളായ അല്ലെങ്കിൽ
ഈ മാങ്കൂട്ടത്തിൽ അനുഭാവികളായ അതുമല്ലെങ്കിൽ ഷാഫി പറമ്പിൽ അനുയായികളായ ചിലരെ മാത്രം കണ്ടതിന് ശേഷം നേരെ MLA ഓഫീസിലേക്ക് പോയിരുന്ന് മാധ്യമങ്ങളെ വിളിക്കുകയാണല്ലേ? മാധ്യമങ്ങളും മറ്റുമൊക്കെ രാഹുലിന്റെ പിന്നാലെ ചീറിപ്പാഞ്ഞു പോകുന്നുണ്ട്. ഏതായാലും രാഹുൽ ഇനി എവിടേക്കാണെന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല. MLA ഓഫീസിൽ വെച്ച് മാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, അരുണിലേക്ക് മടങ്ങിയെത്താം. 10:30 MLA ഓഫീസിൽ വെച്ച് കാണുമെന്ന് തന്നെയാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്തായാലും വോട്ടർമാരെ വെല്ലുവിളിച്ചുള്ള MLAയുടെ പ്രഹസനം എന്തിനു വേണ്ടിയിട്ടാണ് എന്നാണ് ആ മണ്ഡലത്തിലെ സാധാരണ ജനങ്ങൾ ചോദിക്കുന്നത്. പക്ഷേ അതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളി കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം രംഗത്തെത്തുമ്പോഴും ജില്ലാ നേതൃത്വം ഒപ്പം തന്നെയാണ്. UDF ജില്ലാ ചെയർമാനൊക്കെ കഴിഞ്ഞ ദിവസം ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഒരു നിലപാടെടുത്തിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം കൂടി അദ്ദേഹത്തോടൊപ്പം എന്ന് മനസ്സിലാക്കുന്നു. ഈ വിഷ്വൽസിലൂടെ, ഈ തത്സമയ ദൃശ്യങ്ങളിലൂടെ അങ്ങനെ വേണം കരുതാൻ. അങ്ങനെയെങ്കിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം ഇതിൽ എങ്ങനെ പ്രതികരിക്കും എന്നുകൂടി അറിയേണ്ടതുണ്ട്. ഈ വലിയ വിവാദങ്ങൾക്കൊക്കെ വഴിവെച്ച ആ ലൈംഗിക പീഡന ആരോപണങ്ങൾക്കൊടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുക തന്നെയാണ് കോൺഗ്രസിൻ്റെ നിലപാട്. അപ്പോൾ ജനങ്ങളെ, സാധാരണ ജനങ്ങളെ അല്ലെങ്കിൽ ജില്ലയിലെ വോട്ടർമാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രം മാത്രമായിരുന്നു ഈ പുറത്താക്കൽ നാടകം എന്നുകൂടിയാണ് വോട്ടർമാർ ചോദിക്കുന്നത്. 38 ദിവസങ്ങൾക്ക് ശേഷമാണ് MLA തൻ്റെ മണ്ഡലത്തിൽ എത്തിയിരിക്കുന്നത്. അവിടേക്ക് പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്. വോട്ടർമാർ നേരത്തെ തന്നെ അത് പ്രതികരിച്ചിരുന്നു. പല മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടെത്തുമാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ പോലീസ് സുരക്ഷ കൂടി വർദ്ധിപ്പിച്ചൊരു സാഹചര്യമുണ്ടായിരുന്നു MLA ഓഫീസിന് മുമ്പിൽ. അരുണിലേക്ക് വീണ്ടും. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നഗരത്തിലൂടെ അദ്ദേഹത്തിന്റെ വാഹനവുമായിട്ട് MLA ഓഫീസിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടൻ മാധ്യമങ്ങളെ കാണും എല്ലാ ചോദ്യങ്ങളും MLA ഓഫീസിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടൻ മാധ്യമങ്ങളെ കാണും എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാം എന്നുള്ളതൊക്കെയാണ് രാഹുൽ പറയുന്നത്. രാഹുലിനോട് എന്താണ് പറയാനുള്ളത് പ്രതികരിക്കുന്നില്ല ഇപ്പോൾ എന്നുള്ള നിലപാടിലാണ് രാഹുൽ ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും രാഹുൽ പാലക്കാട്ടേക്ക് എത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയാണ്. കാരണം ഒരു MLAക്ക് എതിരെ ഉണ്ടാകുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് രാഹുലിനെതിരെ ഉയർന്നിട്ടുള്ളത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം പല പെൺകുട്ടികളോടും അയച്ചിട്ടുള്ള മോശമായിട്ടുള്ള സന്ദേശങ്ങൾ, അവരുമായി സംസാരിച്ചിട്ടുള്ള, നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തുന്നതിന്റെ ഉൾപ്പെടെ ഓഡിയോ സന്ദേശങ്ങൾ, അത്തരത്തിലുള്ള വളരെ ഗുരുതരമായ ഓഡിയോ എന്ന് പറയുമ്പോൾ അരുൺ, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാമെന്നൊക്കെ MLA പറയുമ്പോൾ ഇപ്പോൾ ട്രെൻഡ് അതാണല്ലോ. ചിത്രങ്ങൾ, കസേരകൾ, ഓഡിയോ എന്നൊക്കെ MLA പറയാനുള്ളൊരു സാഹചര്യമുണ്ട്. അത് മാത്രമല്ല, ഈ ജില്ലയിൽ LDFന്റെ CPMന്റെ ആരുമില്ലേ? ഈ MLA ഇങ്ങനെ വോട്ടർമാരെ വെല്ലുവിളിച്ച് രംഗത്തെത്തിയിട്ടും അതൊന്ന് പ്രതിഷേധിക്കാനോ എതിരെ ശബ്ദമുയർത്താനോ ആരെയും കാണുന്നില്ലല്ലോ. തീർച്ചയായിട്ടും CPMന്റെ ഭാഗത്ത് നിന്ന് പ്രതിഷേധിക്കില്ല എന്നുള്ള നിലപാടിലാണ്. അതേസമയം തന്നെ DYFIക്കാർ ഇനി പ്രതിഷേധിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട സാഹചര്യമുണ്ട്. കാരണം ഇത്തരത്തിലൊരു നിലപാട് CPM സ്വീകരിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ എന്തായിരിക്കും, അതൊരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് CPM ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്ന ആരോപണം എന്നുള്ളതാണ്. നിലവിലേതായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാഹുൽ മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ വിഷയത്തിൽ വലിയ പ്രതിരോധങ്ങൾ തീർക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ചും രാഹുൽ ഈ വിഷയത്തിൽ തന്റെ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് നടക്കട്ടെ എന്നുള്ളതായിരിക്കും ഒന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം എന്നുള്ളത്, രാഹുൽ ഈ ഓഡിയോ സന്ദേശങ്ങളുടെയും മറ്റുമൊക്കെ കാര്യങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ അത് വ്യാജമായി ചമച്ചതാണോ മറ്റൊക്കെ എന്നുള്ള രീതിയിലൊക്കെ പ്രതികരിക്കുമോ എന്നുള്ളതും അറിയേണ്ടതായിട്ടുണ്ട്. നിലവിലേതായാലും രാഹുൽ പാലക്കാട്ടേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഔദ്യോഗിക പരിപാടികളിൽ ഉൾപ്പെടെ പങ്കെടുക്കുമോ എന്നുള്ളതും അറിയേണ്ടതായിട്ടുണ്ട്. കാരണം രാഹുൽ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്താലും സ്വകാര്യ പരിപാടികളിൽ പങ്കെടുത്താലും ഒക്കെ രാഹുലിനെ തടയും, ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നുൾപ്പെടെ നേരത്തെ BJP വ്യക്തമാക്കിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധങ്ങൾ രാഹുലിനെതിരെ ഉയരാനുള്ള സാധ്യതകൾ കാണുന്നു എന്നുള്ളത് തന്നെയാണ്. നിലവിലേതായാലും രാഹുൽ 10:30 മാധ്യമങ്ങളെ കാണാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആ സമയത്ത് എന്താണ് ഈ വിഷയത്തിൽ ഈ രാഹുലിന് പറയാനുള്ളത് എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം കഴിഞ്ഞ ഓഗസ്റ്റ് 17 രാഹുൽ അവസാനമായിട്ട് പാലക്കാട് എത്തിയത്. അതിനുശേഷം ഇപ്പോൾ ഒരു മാസ കാലയളവായി രാഹുൽ പാലക്കാട് ഇല്ല എന്നുള്ളതാണ്. ഒരു മാസത്തിലേറെയായി ഒരു മണ്ഡലം അനാഥമായി കിടക്കുന്ന സാഹചര്യമാണ്, ഒരു നാഥമില്ലാത്ത അവസ്ഥയിൽ കിടക്കുന്ന ഒരു സ്ഥിതിയാണ്. അതിന് കാരണം രാഹുൽ ഈ MLA സ്ഥാനം രാജിവെക്കാതെ അതിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നതാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല.
ഇപ്പോൾ ഏതായാലും രാഹുൽ ഇത്തരത്തിലുള്ള വളരെ മോശമായ രീതിയിൽ സ്ത്രീകളോട് പെരുമാറിയിട്ടുള്ള ഒരു വ്യക്തി MLA സ്ഥാനത്ത് തുടരുമ്പോൾ അത് ഓരോ വോട്ടർമാരും തങ്ങൾ എങ്ങനെയാണ് ഒരു MLAക്ക് അടുത്തേക്ക് ഒരു പരാതിയുമായിട്ട് ചെല്ലുക, അതല്ലെങ്കിൽ എന്തെങ്കിലും തങ്ങളുടെ ഒരു കാര്യത്തിന് വേണ്ടി ചെല്ലുക, ഇത്തരമൊരു വളരെ മോശമായിട്ടുള്ള സ്വഭാവമുള്ള വ്യക്തിയോട് എങ്ങനെയാണ് തങ്ങൾ ഇടപഴകുക എന്നൊക്കെയുള്ള സ്വാഭാവികമായിട്ടുള്ള ചോദ്യങ്ങൾ പ്രധാനമായിട്ടും വോട്ടർമാർ ചോദിക്കുമ്പോഴാണ് ആ വോട്ടർമാരെ പൂർണ്ണമായും വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ ഇവിടേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായും എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജില്ലയിലേക്ക് എത്തിയിട്ടുണ്ട്. 38 ദിവസങ്ങൾക്ക് ശേഷമാണ് MLA സ്വന്തം മണ്ഡലത്തിലെത്തുന്നത്. കാരണം ലൈംഗിക ആരോപണ വിവാദങ്ങൾക്കിടയിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു രാഹുൽ. അതിനുശേഷം ഈ കോൺഗ്രസ് പുറത്താക്കിയപ്പോഴും കോൺഗ്രസിനെ വെല്ലുവിളിച്ച് നിയമസഭയിലേക്ക് എത്തിയൊരു സാഹചര്യമുണ്ടായിരുന്നു സഭ സമ്മേളിക്കുന്ന അന്നത്തെ ആദ്യ ദിനം തന്നെ. അതിനുശേഷം ഈ ഷാഫി പറമ്പിൽ അനുയായികളുടെ അനുഭാവികളുടെയും ഇനി മറ്റ് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും ഒക്കെ പിന്തുണ ഉറപ്പാക്കിയതിനു ശേഷം മാങ്കൂട്ടത്തിൽ വീണ്ടും എത്തിയിരിക്കുകയാണ് പാലക്കാട് ജില്ലയിൽ എന്നുള്ളതാണ് വസ്തുത.